അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 56. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹബിഹി. ولما كان هؤلاء مظنة اعتراض وهو أن إفراد الاسم يدل على وحدة معناه والاستغراق എന്നും വായിക്കാം. يدل على تعدده وهما متنافيان. ഇതാണ് ഇഷ്കാല്. അപ്പോൾ വലമ്മാ കാന ഹാഉന, ഈ സ്ഥലത്ത് ഉണ്ടായപ്പോൾ, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു മജാസിയായ മക്കാനാണ്. അവിടെ ഹക്കീക്കിയായ മക്കാനിൽ നിന്ന് മജാസിയായ മക്കാനിലേക്ക് ഇസ്തിആറത്ത് ചെയ്തതാണ് ഹാഉന. ഉബിഹുന ഔ ഹാഉന ആശിർ ഇലാ ദാനിൽ മക്കാനി ഓ ബിഹിൽ കാഫാസില. ഒബിഹുന ഔ ഹാഉന, ഹുന കൊണ്ടും ഹാഉന കൊണ്ടും മഷിറിനി ഇഷാറത്ത് ചെയ്തോ. ഇലാ ദാരിൽ മക്കാനി, അല്ലേ, അടുത്ത സ്ഥലത്തിലേക്ക്. അപ്പോൾ ഇവിടെ സ്ഥലം അല്ല, ഹക്കീക്കയായ മക്കാൻ ഇവിടെ ഇല്ല. അപ്പോൾ ഒരു മജാസിയായ മക്കാനിന് വേണ്ടി ഹാഉനയെ ഇസ്തിആറത്ത് ചെയ്തു. മുശബ്ബഹ് ബിഹി ഹക്കീക്കിയായ മക്കാന്, മുശബ്ബഹ് മജാസിയായ മക്കാനും. അതായത് മജാസിയായ മക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു മഅനയാണ് ഇവിടെ മക്കാൻ. മഅനാക്ക് മക്കാൻ എന്ന് പറയുന്നത് ഹക്കീക്കിയായ മക്കാൻ ഒരു ജിസ്മിന്റെ മഹല്ലായതുപോലെ മഅനകൾ എന്തായിട്ടുണ്ട്, മഅന ഒരു ഫിക്റിന്റെ മഹല്ലാണ്. ആ നിലക്ക് മഅനാക്ക് മക്കാൻ എന്ന് മജാസായിട്ട് പറയും. ഹക്കീക്കിയായ മക്കാൻ ജിസ്മിന്റെ മഹല്ലായതുപോലെ മഅന ഒരു ഫിക്റിന്റെ മഹല്ലായതുകൊണ്ട് ഈ മഅനയെ പറ്റി മജാസിയായ മക്കാനായിട്ട് ഉപയോഗിക്കും. അതൊരു മജാസിയായ മക്കാനാണ്. അപ്പോൾ മജാസിയായ മക്കാനിന് ഹക്കീക്കിയായ മക്കാനിന് വകൈ ചെയ്ത ഹാഉനയെ ഇസ്തിആറത്ത് ചെയ്തു. അത് മറ്റൊരു വിഷയമാണ്. ജമ്മുൽ ജവാമിയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഒമിൻ സമ്മ എന്ന് മുസന്നിഫ് പറഞ്ഞതൊക്കെ ഒരു മജാസിയായ മക്കാനിനാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഹാഉന ഒരു ഹക്കീക്കിയായ മക്കാനല്ല, മജാസിയായ മക്കാനാണ്. മജാസിയായ മക്കാൻ എന്ന് പറഞ്ഞാൽ ഇവിടെത്തുന്ന ഈ ആദർശം, ആശയം, മുമ്പ് പറഞ്ഞ വിഷയം, അതാണ് ഇവിടെ സ്ഥലം. മുമ്പ് പറഞ്ഞ വിഷയത്തിൽ നിന്നാണ് ഈ സംശയം ഉത്ഭവിക്കുന്നത്. എന്താണ് ആ വിഷയം? ഇസ്തിഗ്റാഖുൽ മുഫ്റദി അശ്മലു ബിദലീലി സിഹത്തി ലാ റിജാല ഫിദ്ദാരി ഇദാ കാന ഫിഹാ റജുലുൻ ഔ റജുലാനി ദൂന ലാ റജുല. അതാണ് വിഷയം. ലാ റിജാല ഫിദ്ദാരി, വീട്ടിൽ ഒന്നോ രണ്ടോ റജുലുകൾ ഉണ്ടാവുന്ന സമയത്തും ലാ റിജാല എന്ന് പറയാം. അപ്പോൾ ഈ നഫി ചെയ്യപ്പെട്ടതിൽ എല്ലാ റജുലും ഉൾപ്പെട്ടിട്ടില്ല. അതേസമയത്ത് ലാ റജുല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ റജുലും ഇല്ല എന്നാണ്. അതാണ് മുസന്നിഫ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, സ്ഥിരപ്പെടുത്തിയത്. മുഫ്രദിനെ ഇസ്തിഗ്റാഖ് ചെയ്യൽ അശ്മലാണ്. ആ പറഞ്ഞതിൽ നിന്ന് ഒരു സംശയം ഉത്ഭവിക്കുന്നു. വലമ്മാ കാന ഹൗന, ഈ സ്ഥലത്ത് ഉണ്ടായപ്പോൾ, ഈ പറഞ്ഞ വിഷയത്തിൽ ഉണ്ടായപ്പോൾ, മളിന്നത്ത് ഇത്തിറാദിൻ, ഒരു ഇത്തിറാദിന്റെ സൂചന, ഒരു സംശയത്തിന്റെ ഉത്ഭവം ഉണ്ടായപ്പോൾ, ഉഹുവ ആ ഇത്തിറാദ് അന്ന ഇഫ്റാദൽ ഇസ്മി, ഇസ്മിനെ മുഫ്റദാക്കൽ എന്നാണ് നേരെ അർത്ഥം. ഇവിടെ ഇഫ്റാദിന് ഇസ്മു മഫൂലിന്റെ മാന വെച്ച് സിഫത്തിനെ മൗസൂഫിലേക്ക് ഇളാഫത്ത്, അന്നൽ ഇസ്മൽ മുഫ്റദ. അപ്പൊ ഇസ്മു എന്ന് പറഞ്ഞാൽ മൗസൂഫാണ്. അന്നൽ ഇസ്മൽ മുഫ്റദ,
ഇഫ്റാദ് മസ്തറിന് ഇസ്മു മഫൂലിന്റെ മഅന കൊടുക്കുക. എന്നിട്ട് അത് സിഫത്താണ്, അല്ലിസ്മു എന്താണ് മൗസൂഫുമാണ്. അപ്പൊ എന്തായി? അന്ന ഇഫ്റാദൽ ഇസ്മി എന്നുള്ളത് അന്നൽ ഇസ്മൽ മുഫ്റദ, മുഫ്റദായ ഇസ്മ് യദുല്ലു അലാ വഹിദത്തി മഅനാഹു, ആ ഇസ്മിന്റെ മഅനയുടെ വഹിദത്തിന്റെ മേൽ അറിയിക്കും. അതിന്റെ മഅന ഒന്നാണ് എന്നുവെച്ചാൽ അതിന്റെ കൂടെ മഅന ഒരു വഹിദത്താണ്, വാഹിദാണ്, മഅന വാഹിദാണ്, അതിന്റെ കൂടെ മറ്റൊന്നില്ല. റജുലുൻ ഒരു റജുല്, ഫറസുൻ ഒരു ഫറസ്, അതാണ് സെയ്ദുൻ പറഞ്ഞാൽ ഒരു സെയ്ദ്, അമ്രുൻ ഒരു അമ്ര്, അതന്നെ. വല്ലിസ്തിഗ്റാക്ക, ഇനി വല്ലിസ്തിഗ്റാക്കൊന്നും വായിക്കാം ഇവിടെ, കാരണം ഇന്നന്റെ മഅ്തൂഫ്, ഇന്നന്റെ ഇസ്മ് മൻസൂബാണല്ലോ. വജായിസും റഫഉക മഅ്തൂഫൻ അലാ മൻസൂബി ഇന്ന ബഅദ അൻ തസ്തക്മിലാ, ഖബർ പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്നയുടെ മൻസൂബായ ഇസ്മ്, ആ ഇസ്മിന്റെ മേൽ മറ്റൊന്നിനെ അത്ഫ് ചെയ്യുമ്പോൾ റഫ്ഉ ജായിസാണ്. പക്ഷേ അത് ഇന്നയെപ്പറ്റിയാണ്, ഇന്നന്റെ മൻസൂബിനെ പറ്റിയാണ് പറഞ്ഞതെങ്കിലും വഉൽഹിഖത് ബി ഇന്നലാകിന്ന വഅൻ, ഇന്നയോട് വഉൽഹിഖത് ബി ഇന്നലാകിന്ന വഅൻ, ലാകിന്ന അന്ന എന്നിവയെ ചേർക്കപ്പെട്ടു. അപ്പോൾ അന്നന്റെ ഇസ്മിന്റെ മേൽ അത്ഫ് ചെയ്ത ആ മഅ്തൂഫിനും എന്തു പറ്റും? റഫ്ഉ ജായിസാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ വല്ലിസ്തിഗ്റാഖു വല്ലിസ്തിഗ്റാക്ക രണ്ടും പറ്റും. ഒരാള് മൗലൂദൊക്കെ ഓതുമ്പോഴേ നസ്ബ് ഉള്ളോടത്ത് ഒരാൾ റഫ്ഉ ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് വായിച്ചാൽ ആക്ഷേപിക്കപ്പെടേണ്ടതില്ല. അപ്പൊ അന്ന ഇഫ്റാദൽ ഇസ്മി വല്ലിസ്തിഗ്റാക്ക, മുഫ്റദ ഇസ്മ് അതിന്റെ മഅനയുടെ വഹിദത്തിന്റെ മേൽ അറിയിക്കുന്നു. വല്ലിസ്തിഗ്റാക്ക യദുല്ലു അലാ തഅദ്ദുദിഹി, മഅനയുടെ തഅദ്ദുദിന്റെ മേലിലും അറിയിക്കുന്നു. വഹുമാ മുത്തനാഫിയാനി, അത് രണ്ടും എന്താണ്? മുത്തനാഫിയാനിയാണ്. അതായത് വഹിദത്തും തഅദ്ദുദും ഒരു നിലക്കും അവർ രണ്ടുപേരും യോജിക്കൂല. വഹിദത്തുണ്ടോ തഅദ്ദുദില്ല, തഅദ്ദുദുള്ളോടത്ത് വഹിദത്തും ഇല്ല. അപ്പോൾ മുഫ്റദ ഇസ്മ് അത് മഅനയുടെ വഹിദത്തിന്റെ മേൽ അറിയിക്കുമ്പോൾ ഇസ്തിഗ്റാഖിന്റെ അദാത്ത് കടക്കുമ്പോൾ എങ്ങനെ തഅദ്ദുദിന്റെ മേൽ അറിയിക്കും? അതിന്റെ മേൽ ഇസ്തിഗ്റാഖിന്റെ അദാത്ത് കടക്കാൻ പാടില്ല എന്നാണ് ഈ ഇഷ്കാലിന്റെ ഈ ഇവിടെയുള്ള സംശയം. അതാണ് ദസൂക്കിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇവിടെ പറഞ്ഞു? വഹാസിലുഹു അന്നഹു യംബഗി അല്ലാ യജൂസ ഇദ്ഖാലു അദാത്തിൽ ഇസ്തിഗ്റാഖി അലസ്മിൽ ജിൻസിൽ മുഫ്റദി, മുഫ്റദായ ഇസ്മ ജിൻസിന്റെ മേൽ ഇസ്തിഗ്റാഖിന്റെ അദാത്ത് കടക്കൽ ജായിസാകൂല. കാരണം അന്നൽ ഇസ്മ ലികൗനിഹി ഫി മുഖാബലത്തി തസ്നിയത്തി വൽ ജംഇ, ഈ മുഫ്റദായ ഇസ്മ ജിൻസ് അത് തസ്നിയ ജമ്മിന്റെ മുഖാബലത്തിൽ ആയതുകൊണ്ട് യദുല്ലു ബി ഇഫ്റാദിഹി, അതിനെ മുഫ്റദാക്കൽ കൊണ്ട് അറിയിക്കുന്നു. അലാ വഹിദത്തി മഅനാഹു, അതിന്റെ മഅന ഒന്നാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്നു. ബിമാന അന്നഹു ലാ യകൂനു ആഖറു മഅഹു, അതിന്റെ കൂടെ വേറൊന്നില്ല. വദാത്തുൽ ഇസ്തിഗ്റാഖി ദാഖിലത്തി അലൈഹി തദുല്ലു അലാ തഅദ്ദുദിഹി, ഇസ്തിഗ്റാഖിന്റെ അദാത്തോ അത് മഅനയുടെ തഅദ്ദുദിന്റെ മേൽ അറിയിക്കുന്നു. അന്ന മഅഹു ആഖറു മിസ്ലുഹു, അതുപോലത്തെ മറ്റൊന്നുണ്ട് എന്നും കൂടെ വേറൊന്നുണ്ട് എന്നും അറിയിക്കുന്നു. അപ്പൊ മുത്തനാഫിയാനിയാണ്. വഹുമാ മുത്തനാഫിയാനി, അതാണ് സംശയം. എന്താണ്? അന്ന ഇഫ്റാദൽ ഇസ്മി മുഫ്റദ ഇസ്മു യദുല്ലു അലാ വഹിദത്തി മഅനാഹു, ആ ഇസ്മിന്റെ മഅന ഒന്നാണ് എന്നതിന്റെ മേൽ അറിയിക്കും. വൽ ഇസ്തിഗ്റാഖാവുന്നത്, അതായത് ഇസ്തിഗ്റാഖിന്റെ അദാത്ത് യദുല്ലു അലാ തഅദ്ദുദിഹി, മഅനയുടെ തഅദ്ദുദിന്റെ മേലും അറിയിക്കുന്നു. വഹുമാ വഹിദത്തും തഅദ്ദുദും മുത്തനാഫിയാനി, അത് രണ്ടും പരസ്പരം വിരുദ്ധമാണ്, എതിരാണ്. അപ്പോൾ അതിന് അജാബ അന്നു ബി ഖൗലിഹി,
അതിന് മുസന്നിഫ് മറുപടി കൊടുക്കുന്നു ബി ഖൗലിഹി, മുസന്നിഫിന്റെ ഖൗല് കൊണ്ട്, വലാ തനാഫിയ ബൈനൽ ഇസ്തിഗ്റാഖി വ ഇഫ്റാദിൽ ഇസ്മി. ഇവിടെ ഇഫ്റാദിൽ ഇസ്മി എന്നുള്ളത് വൽ ഇസ്മിൽ മുഫ്റദി എന്ന് വെക്കണം. ഇസ്തിഗ്റാഖ് എന്നുള്ളത് ഇസ്തിഗ്റാഖിന്റെ അദാത്ത്, അത് അങ്ങനെ വെക്കേണ്ടി വരും. കാരണം ഇസ്തിഗ്റാഖ് ദാലല്ല, ദാലെന്താണ്? അദാത്തുൽ ഇസ്തിഗ്റാഖാണ്. അപ്പോൾ എന്ത് വെക്കണം? വദുൽ ഇസ്തിഗ്റാഖി. വലാ തനാഫിയ ബൈനൽ ഇസ്തിഗ്റാഖി വ ഇഫ്റാദിൽ ഇസ്മി. ഇസ്തിഗ്റാഖിന്റെ അദാത്തിന്റെയും മുഫ്രദ ഇസ്മിന്റെയും ഇടയിൽ എന്തില്ല? തനാഫി ഇല്ല. അതായത് മുഫ്രദ ഇസ്മിൽ ഇസ്തിഗ്റാഖിന്റെ അദാത്ത് കടന്നാൽ തനാഫി വരുന്നില്ല. വഹിദത്തും തഅദ്ദുദും തമ്മിൽ തനാഫി ഉണ്ട്, അതതിന്റെ മഅനകളാണ്. ഈ ദാലുകൾ തമ്മിൽ തനാഫി ഇല്ല. കാരണം ഇല്ല എന്ന് പറയാൻ കാരണം മുഫ്രദ ഇസ്മിന്റെ മദലൂലായ വഹിദത്തിന്റെ മഅനയെ തൊട്ട് ഈ മുഫ്രദ ഇസ്മിനെ തജ്ദീദ് ചെയ്യുക, ആ സമയത്ത് അങ്ങനെയുള്ള സമയത്താണ്, അങ്ങനെ തജ്ദീദ് ചെയ്തതിന് ശേഷമാണ് ഇസ്തിഗ്റാഖിന്റെ അദാത്ത് അതിൽ കടക്കുന്നത്. അങ്ങനെ ചെയ്താൽ മതി എന്നപ്പോ പറയുന്നത്. അല്ലാഹു അഅലം. കാരണം പറയുന്നു, വലാ തനാഫിയ ബൈനൽ ഇസ്തിഗ്റാഖി വ ഇഫ്റാദിൽ ഇസ്മി. മുഫ്രദ ഇസ്മിന്റെയും ഇസ്തിഗ്റാഖിന്റെയും, ഇസ്തിഗ്റാഖിന്റെ അദാത്തിന്റെ ഇടയിൽ എന്ന് വെക്കലാണ് നല്ലത്. തനാഫിയില്ല. കാരണം ഹന്നൽ ഹർഫദ് ദാല അലൽ ഇസ്തിഗ്റാഖി, ഇസ്തിഗ്റാഖിന്റെ മേൽ അറിയിക്കുന്ന ഹർഫ് കഹർഫിൻ നഫി, നഫിയുടെ ഹർഫിനെ പോലെ, തൈരീഫി, തൈരീഫിന്റെ ഹർഫ് പോലെ, ഇന്നമാ യദ്ഖുലു, അത് കടക്കും, അലൈഹി, ഈ മുഫ്രദായ ഇസ്മിൽ കടക്കും, ഐ അലൽ ഇസ്മിൽ മുഫ്രദി, ഹാല കൗനിഹി, ആ മുഫ്രദായ ഇസ്മ ആയ നിലയിൽ, മുജറദൻ അനിദ്ദലാലത്തി അലാ മഅനൽ വഹിദത്തി, വഹിദത്തെന്ന മഅനയുടെ മേൽ അറിയിക്കലിനെ തൊട്ട് തനിപ്പിക്കപ്പെട്ടതായ നിലയിൽ, കമാ അന്നഹു മുജറദുൻ അനിദ്ദലാലത്തി അല തഅദ്ദുദി. അത് എല്ലാ കിതാബിലും, ഈ എല്ലാ നുസ്ഖയിലും ഇതില്ല. കമാ അന്നഹു മുജറദുൻ അനിദ്ദലാലത്തി അല തഅദ്ദുദി എന്ന് എല്ലാ കിതാബുകളിലും ഇല്ല. ചില നുസ്ഖകളിലേ അതുള്ളൂ. തഅദ്ദുദിന്റെ മേൽ അറിയിക്കലിനെ തൊട്ട് ഈ മുഫ്രദ ഇസ്മിനെ തനിപ്പിക്കപ്പെട്ടതുപോലെ. അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ. മുഫ്രദ ഇസ്മിനെ തഅദ്ദുദിന്റെ മേൽ അറിയിക്കലിനെ തൊട്ട് തനിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് മാഹിയത്തിന് വലഇ ചെയ്തതാണ് എന്ന നിലയ്ക്ക് അത് പറയാൻ പറ്റും. ഇസ്മ ജിൻസിനെ മാഹിയത്തിന് വലഇ ചെയ്തു എന്ന് വെക്കുമ്പോൾ അവിടെ തഅദ്ദുദിന്റെ മേൽ അറിയിക്കലുമില്ല, വഹിദത്തിന്റെ മേലും അറിയിക്കുന്നില്ല. പിന്നെ ഇസ്മ മുഫ്രദായതുകൊണ്ട് ഇസ്മിനെ മുഫ്രദാക്കിയത് കൊണ്ട് വഹിദത്തിന്റെ മേൽ അറിയിക്കുന്നു. തസ്നിയയുടെയും ജമ്മിന്റെയും മുക്കാബലയിൽ ഇസ്മിനെ മുഫ്രദാക്കുമ്പോൾ അതൊരു വഹിദത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. ആ വഹിദത്തിന്റെ മേൽ അറിയിക്കലിനെ തൊട്ട് തനിപ്പിക്കപ്പെടുമ്പോൾ അപ്പോൾ പിന്നെ അതുകൊണ്ട് ജിൻസിനെയാണ് കരുതുക. ആ തനിപ്പിക്കപ്പെട്ടതായ നിലയിലാണ് ഈ അദാത്തിന്റെ, ഈ തൈരീഫിന്റെ അല്ല ഈ ഇസ്തിഗ്റാഖിന്റെ അദാത്ത് അതിൽ കടക്കുന്നത്. അപ്പൊ എന്തായി? റജുല് എന്ന ലഫ്ദ് അത് ഒരു റജുലിന്റെ മേൽ അറിയിക്കും. ആ ഇസ്മിനെ മുഫ്രദാക്കിയത് കൊണ്ട്, മുഫ്രദ ഇസ്മാണല്ലോ. എന്നിട്ട് ഒരു റജുല് എന്ന മഅനയെ തൊട്ട് തനിപ്പിച്ചിട്ട് വെറും റജുല് എന്ന ഒരു മഅനയാക്കി മാറ്റുക. എന്നിട്ട് അതിന്റെ മേൽ അലിഫിലാമ് കടക്കും. അർ റജുലു, എല്ലാ റജുലും, അല്ലെങ്കിൽ ഓരോ റജുലും. അത് ഖിലാഫാണ് ബയാനിക്കാരുടെ അടുക്കൽ. അതായത് ഇസ്തിഗ്റാഖിന്റെ അദാത്ത് കടന്നാൽ അത് കുല്ലു ഫർദാണോ അതോ മജ്മൂഉൽ അഫ്റാദ ആണോ എന്ന് രണ്ട് അഭിപ്രായമാണ് എവിടെ ബയാനിക്കാരുടെ അടുക്കൽ.
ഒന്നാം മറുപടി മജ്മൂഉൽ അഫ്റാദിന്റെ മേൽ അറിയിക്കും എന്നതനുസരിച്ചുള്ള മറുപടിയാണ് ഒന്നാമത്തെ മറുപടി. അപ്പോ ഇന്നമാ യദ്ഖുലു അലൈഹി, ഈ തഅരീഫിന്റെ ഹർഫ് അല്ലെങ്കിൽ നഫിന്റെ ഹർഫ്, അതായത് ഇസ്തിഗ്റാഖിന്റെ ഹർഫ് ഇന്നമാ യദ്ഖുലു അലൈഹി ഐ അലൽ ഇസ്മിൽ മുഫ്രദി, മുഫ്രദായ ഇസ്മിന്റെ മേൽ കടക്കും. ഹാല കൗനിഹി, ആ മുഫ്രദായ ഇസ്മു തന്നെ ആയ നിലയിൽ മുജറദൻ അനി ദലാലത്തി അലാ മഅനൽ വഹിദ, വഹിദത്തെന്ന മഅനയുടെ മേൽ അറിയിക്കലിനെ തൊട്ട് തനിപ്പിക്കപ്പെട്ടതായ നിലയിൽ ആ മഅനാന മേൽ അറിയിക്കുന്നില്ല. അതായത് വഹിദത്തിന് ഏത് മഅന കൊടുത്തവര്? ഇത്തിബാർ അദമു അംരിൻ ആഖറ മഅഹു, അതിന്റെ കൂടെ മറ്റൊന്നില്ല എന്ന ഇത്തിബാർ, അതാണ് വഹിദത്തിന്റെ മഅന. ഈ കൂട്ടരും ഇവരുടെ അടുക്കൽ വഹിദത്തിന്റെ മഅന എന്താണ്? അതിന്റെ കൂടെ മറ്റൊരു കാര്യം ഇല്ല എന്ന് ഇത്തിബാർ ചെയ്യുക. ആ ഇത്തിബാർ ഇല്ല എന്ന ഇത്തിബാറിനെ ഒഴിവാക്കി അപ്പോൾ ഇല്ലാതിരിക്കുകയും ചെയ്യാം ഉണ്ടാവുകയും ചെയ്യാം എന്നായി കേട്ടോ. വഹിദത്തിന് അവർ ഏത് മാന കൊടുത്തു? അതിന്റെ കൂടെ മറ്റൊരു കാര്യം ഇല്ല, അതാണ് വഹിദത്ത്. ഇല്ല എന്നതിനെ ഇത്തിബ കണക്കിലെടുത്തു, ആ കണക്കിലെടുക്കലിനാണ് ഒഴിവാക്കി. അപ്പോൾ മറ്റൊരു കാര്യം ഉണ്ട് എന്ന് വരൂല, ഇല്ല എന്നതിനാണ് ഒഴിവാക്കി. അപ്പോൾ ഉണ്ടാവുകയും ചെയ്യാം ഇല്ലാതിരിക്കുകയും ചെയ്യാം. അതായത് ജിൻസ് മുറാദ് എന്നർത്ഥം. അതുകൊണ്ട് ജിൻസാണ് കസദ്. എന്നിട്ട് അലിഫ്ലാമ് കടക്കുമ്പോൾ തഅദ്ദുദിന്റെ മേൽ അറിയിക്കുന്നു. കമാ അന്നഹു മുജറദുൻ അനി ദലാലത്തി അല തഅദ്ദുദി, ഈ മുഫ്രദായ ഇസ്മു തഅദ്ദുദിന്റെ മേൽ അറിയിക്കലിനൊത്ത് തനിപ്പിക്കപ്പെട്ടതുപോലെ ഈ കമാ അന്നഹു മുജറദുൻ അനി ദലാലത്തി അല തഅദ്ദുദി എന്നുള്ളത് എല്ലാ കിതാബിലും ഇല്ല. അപ്പോൾ ഇതിന്റെ മഅന തഅദ്ദുദായി മുഫ്രദായ ഇസ്മിൽ ഈ ഇസ്തിഗ്റാഖിന്റെ അദാത്ത് കടക്കുമ്പോൾ മഅന തഅദ്ദുദായി എന്നർത്ഥം. അപ്പോൾ മഅന ജംഇന്റെ മേൽ അറിയിക്കുന്നു. ജംഇയ്യത്താണ് ഇപ്പോൾ അവിടെയുള്ളത്. വഹിദത്ത് എന്ന മഅന പോയി, ഇവിടെ ഇപ്പോൾ ഉള്ളത് തഅദ്ദുദാണ്. അപ്പൊ തനാഫിയില്ല. വഹിദത്തും തഅദ്ദുദും തമ്മിൽ തനാഫി ഉണ്ടെങ്കിലും വഹിദത്ത് ഇവിടുന്ന് പോയി തഅദ്ദുദ് വന്നു. അപ്പോ പിന്നെ അവിടെ കൂട്ടിമുട്ടല് ഉണ്ടായിട്ടില്ല. അതാണ് തനാഫി ഇല്ല എന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ മറ്റൊരു പ്രശ്നം വംതിനാഉ വസിഫിഹി. അപ്പൊ തഅദ്ദുദിന്റെ മഅനയാണ് ഉള്ളതെങ്കിൽ അർറജുലു ജാഇനിർ റജുലു, എല്ലാ റജുലും വന്നു എന്നാണ് അർത്ഥം. എല്ലാ റജുലും പെടും ഇസ്തിഗ്റാഖിന്റെ അദാത്ത് കിടക്കുമ്പോൾ. അതിനൊരു സിഫത്ത് പറയുമ്പോൾ അൽ ആലിമു, ആലിമായ റജുല്. ആലിമായ റജുല് എന്ന് പറയുന്ന സമയത്ത് ഇത് ഈ സിഫത്ത് ശരിയായില്ല. കാരണം എന്താണ്? ജമ്മു കൊണ്ടാണ് സിഫത്ത് പറയേണ്ടത്. അത് ഹക്കീക്കിയ സിഫത്തില്. ഹക്കീക്കിയ സിഫത്ത് അങ്ങനെ അതായത് സിഫത്ത് ഹക്കീക്കിയായ നഅത്താണെങ്കിൽ 10 കാര്യത്തിൽ 4 കാര്യത്തിൽ ഒക്കണം. അതായത് മൗസൂഫ് ജം ആണെങ്കിൽ സിഫത്തും ജം ആവണം. ഇവിടെ ഈ മുഫ്രദായ ഇസ്മിൽ വഹിദത്തെന്ന മഅന പോയി ജംഇയ്യത്തെന്ന മഅനയുടെ മേൽ അറിയിക്കുമ്പോൾ അതിന് സിഫത്ത് പറയുമ്പോൾ ജംആക്കപ്പെട്ട ലഫ്ള് കൊണ്ടാണല്ലോ സിഫത്ത് പറയേണ്ടത്. എന്നാൽ സിഫത്ത് പറഞ്ഞതെല്ലാം മുഫ്രദ് കൊണ്ടാണ്. ജംഉ കൊണ്ട് സിഫത്ത് പറയാൻ പാടില്ല എന്നാണ് നിയമം. അതാണ് മറുപടി. വംതിനാഉ വസ്ഫിഹി, അപ്പോൾ പിന്നെ അതിന് വസ്ഫ് പറയൽ പാടില്ലാതിരിക്കൽ ബിനഅത്തിൽ ജംഇ, ജംആക്കപ്പെട്ട ലഫ്ളിന്റെ നഅത്തുകൊണ്ട് വസ്ഫ് പറയൽ പാടില്ലാത്തത് ലിൽ മുഹാഫളത്തി അല തശാക്കുലിൽ ലഫ്ലിയായ തശാക്കുലിന്റെ മേൽ സൂക്ഷിച്ചതിന് വേണ്ടിയിട്ടാണ്.
തശാക്കുലും മുഷാക്കലത്ത് എന്ന് പറഞ്ഞാൽ പിന്നീട് പറയുന്നുണ്ട് ദിക്റു ശൈഇ ബി ലഫ്ലി ഗൈരിഹി, ഒരു ഷൈഇനെ അതല്ലാത്തതിന്റെ ലഫ്ള് കൊണ്ട് പറയാ ലി വുഖൂഇഹി ഫീ സുഹബത്തിഹി, ഈ ഗൈറിന്റെ തൊട്ടടുത്ത് ഈ ഷൈഇ വന്നപ്പോൾ. അപ്പോൾ ഒരു മുഫ്രദിന്റെ കോലത്തിൽ ഇതിന്റെ പിന്നിൽ ഇത് വന്നപ്പോൾ ആ മുഫ്രദിന്റെ കോലത്തിൽ തന്നെ പറയും. അതിന് തശാക്കുല് എന്ന് പറയും, മുഷാക്കലത്ത്. അതായത് അടുത്തുള്ളതിന്റെ കോലത്തിൽ ഇതിനെയും പറയുക എന്നാണ് അതിന്റെ മലയാളത്തിൽ അതിന്റെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അത് മറ്റതിന്റെ കോലത്തിൽ ഇതും ഇതിനെയും പറയുക. അത് 3-ാം ഫന്നിൽ വരുന്നുണ്ട് മുഷാക്കലത്ത് കേട്ടോ. ദിക്റു ഷൈഇ, ഒരു ഷൈഇനെ പറയുക ബി ലഫ്ലി ഗൈരിഹി, ആ ഷൈഇ അല്ലാത്തതിന്റെ ലഫ്ള് കൊണ്ട്. ഇവിടെ ജമ്മാ കൊണ്ടുകൊടുത്ത് മുഫ്രദാക്കി ലി വുഖൂഇഹി ഫീ സുഹബത്തിഹി, ആ ഗൈറിന്റെ തൊട്ടടുത്ത് ഇത് വന്നതിന് വേണ്ടി, അതിനോട് മുസാഹബത്തായിട്ട് വന്നതിന് വേണ്ടി. അപ്പോൾ മുഫ്രദിന്റെ തൊട്ട് പിന്നിൽ, അതായത് ലഫ്ള് മുഫ്രദായതുകൊണ്ട് ഇതിനെ മുഫ്രദാക്കി എന്നർത്ഥം. പക്ഷേ അത് അങ്ങനെ പറഞ്ഞില് പരിശുദ്ധ ഖുർആനില് സൂറത്തുന്നൂറിലെ 31-ാമത്തെ ആയത്തിൽ വത്ഫിലില്ലദീന ലം യൽഹറൂ അലാ ഔറാത്തിൻ നിസാൽ, സ്ത്രീകളുടെ രഹസ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പ്രായമായിട്ടില്ലാത്ത കുട്ടികൾ. അവിടെ തിഫ്ല് എന്ന ഇസ്മു ജിൻസ് അത് മുഫ്രദാണ്, അതിൽ അലിഫ് ലാം കടന്നു. വത്തിഫിലി, അവിത്തിഫിലി, അങ്ങനെ തോന്നുന്നുണ്ടായത് അവിത്തിഫിലി, അല്ലെങ്കിൽ കുട്ടികൾ, എല്ലാ കുട്ടികളും. അവർക്കും എന്താവാം, അവരുടെ മുമ്പിലും അവറത്ത് വെളിവാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവറത്ത് എന്ന് പറഞ്ഞാല് ലം യൽഹറു അലാ ഔറാത്തിൻ നിസായി അല്ലദീന. ഇവിടെ അതിന്റെ അർത്ഥം ഇപ്പൊ വെക്കേണ്ടതില്ല. ഇവിടെ എന്താണ് അത്തിഫിലി, അവിത്തിഫിലി. തിഫിലി എന്നതിൽ ഇസ്തിഗ്റാഖിന്റെ അൽഫിലാമ കടന്നു, എല്ലാ കുട്ടികളും എന്നാ അവിടെ അർത്ഥം. മജ്മൂഉൽ അഫ്റാദാണ്, ഓരോ കുട്ടികൾ എന്നല്ല അവിടെ ഉദ്ദേശം, എല്ലാ കുട്ടികളും. അല്ലെങ്കിൽ കുല്ലു അഫ്റാദായാലും കുല്ലു ഫർജിൻ ഓരോ കുട്ടികളും എന്നും അർത്ഥം വെക്കാം അവിടെ. പക്ഷെ ഇവിടെ എന്താണ് അല്ലദീന, ഇവിടെ മുഷാക്കലത്ത് ലഫ്ലിയാത്ത് മുഷാക്കലത്ത് തശാക്കുലിന് ഇവിടെ മുഹാഫലത്ത് ചെയ്തിട്ടില്ലല്ലോ. തിഫ്ല് അനുസരിച്ച് അല്ലദീനാണ് പറയേണ്ടത്. ജമ്മുല്ലദിൽ ഊലല്ലദീന മുത്ലഖ വബഅദുഹും ബിൽ വാവി റഫഅൻ നതഖ. ചിലർ റഫിന്റെ സമയത്ത് അല്ലദൂനാന്നും പറഞ്ഞിട്ടുണ്ട്, അവരങ്ങനെ പറഞ്ഞോട്ടെ. അപ്പൊ അല്ലദീന ഇവിടെ ലഫ്ലിയായ തശാക്കുലിനെ മുറാഅത്ത് മുഹാഫലത്ത് ചെയ്യുകയാണെങ്കിൽ അവിത്തിഫിലില്ലദീ ലം യൽഹർ അലാ ഔറാത്തിൻ നിസായി എന്ന് പറയണം. ഇവിടെ അല്ലദീന എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഗാലിബിലും എന്താണ് ജമ്മാക്കപ്പെട്ടതുകൊണ്ട് നഅ്ത്ത് പറഞ്ഞിട്ടില്ല എന്ന് വെക്കണം. ജമ്മു കൊണ്ട് നഅ്ത്ത് പറയൽ മംനൂ അല്ല എന്ന് മനസ്സിലായി ഈ ആയത്തുകൊണ്ട്. അപ്പോൾ പിന്നെ മുസന്നിഫ് വംതിനാ ഷാരിഹാണ് പറഞ്ഞല്ലേ, വംതിനാ വസിഫിഹി, വസിഫ് പറയൽ പാടില്ലായ്മ ബിനഅത്തിൽ ജമ്മി അതിൽ മുഹാഫലത്തി അലാ തശാക്കുലിൽ ലഫ്ലിയി, ലഫ്ലിയായ തശാക്കുലിനെ സൂക്ഷിച്ചതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് വസിഫ് മുംതനി ആയത്. അപ്പോൾ വസിഫ് മുംതനി അല്ല എന്ന് ഈ ആയത്തുകൊണ്ട് മനസ്സിലായി. പിന്നെ ഷാരിഹി വംതിനാ വസിഫി എന്ന് പറഞ്ഞ് ഏതടിസ്ഥാനത്തിലാണ് അത്? അപ്പോൾ അതൊരു വിഷയം തന്നെയാണല്ലോ. ഏതടിസ്ഥാനത്തിലാണ് ഷാരിഹ് അത് പറഞ്ഞത്? സൂക്കിയിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഖൗലുഹു വംതിനാ വസിഫിഹി ബിനഅത്തിൽ ജമ്മി ഐ ബിഹൈസു യുഖാലു ജാഅനി റജുലു അൽ ആലിമൂന എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വർ റജുലു തിവാലു, ഐ ബിഹൈസു യുഖാലു ജാഅനി ദിജാലുൽ ആലിമൂന
അങ്ങനെ വസ്തു പറയലാണ് ഇംതിനാ മുംതനി ആയത്. അത് ഇംതിനാന്റെ ഉദാഹരണമാണ്. അത് ആദാ ജവാബുൻ അമ്മാ യുക്കാലു ഹൈസു ജുദ്ദിദ അൻ മഅനൽ വഹിദത്തി, വഹിദത്തിന്റെ മാനയെ തൊട്ട് തനിപ്പിക്കപ്പെട്ടപ്പോൾ, വ സഹിബഹു അർഫുൽ ഇസ്തിഗ്റാഖി, ഇസ്തിഗ്റാഖിന്റെ അർഫ് അതിനോട് സുഹബത്തുണ്ടാവുകയും ചെയ്തപ്പോൾ, ദല്ല അലാ മുതഅദ്ദിദിൻ, മുതഅദ്ദിദിന്റെ മേൽ അറിയിച്ചല്ലോ. വൈസു ദല്ല അലാ മുതഅദ്ദിദിൻ, മുതഅദ്ദിദിന്റെ മേൽ അറിയിക്കുന്ന സമയത്ത് ഫമുഖ്തലാഹു അന്നഹു യജൂസു വസ്ഫുഹു ബിവസ്ഫിൽ ജംഇ, ജംഇന്റെ വസ്ഫ് കൊണ്ട് വസ്ഫ് പറയൽ ജായിസാണ് എന്നാണല്ലോ. മാ അന്നഹു മംനൂഉൻ, അത് മംനൂ ആവലോടുകൂടെ. വഹാസിലുൽ ജവാബി അന്നന്നുഹാത്ത ഇന്നമാ മനഉ മിൻ ദാലിക്കൽ വസ്ഫി ലിൽ മുഹാഫളത്തി അലൽ മുശാക്കലത്തിൽ ലഫ്ലിയത്തി, ലഫ്ലിയായ മുശാക്കലത്തിന്റെ മേൽ സൂക്ഷിച്ചതിന് വേണ്ടിയാണ് നെഹ്ദിങ്ങൾ അത് വിലങ്ങിയിട്ടുള്ളത്, ജമ്മു കൊണ്ട് വസ്തു പറയൽ വിലങ്ങിയിട്ടുള്ളത്. അതെന്താണ്? പക്ഷെ വഫി ഹാദൽ ജവാബിൽ നദറും, ഈ ജവാബിൽ നദറുണ്ട്. കാനലി അന്ന ദാലിക്കൽ ഇസ്മ മുഫറദുൻ ഫിൽ ലഫ്ലി, ലഫ്ലിൽ മുഫറദാണ്. വ ജമ്മും ഫിൽ മഅന, മഅനയിൽ ജമ്മുമാണ്. വമാ ഹുവ കദാലിക, അങ്ങനെ ആയത് ഒന്ന്. വമാ ഹുവ കദാലിക, ലഫ്ലു മുഫറദും മഅന ജമ്മും ആയ ഒന്ന്. യജൂസു ഫീഹി മുറാഅത്തുൽ ലഫ്ലി വ മുറാഅത്തുൽ മഅന, അവിടെ ലഫ്ലെ സൂക്ഷിക്കലും മഅനയെ മുറാഅത്ത് ചെയ്യലും രണ്ടും പറ്റുമല്ലോ. ബൽ എന്നല്ല, മുറാഅത്തുൽ മഅന ഔല, മഅനയെ മുറാഅത്ത് ചെയ്യലാണോ ഔല ബി മുഖ്തദൽ ഖിയാസ്, ഖിയാസിന്റെ തേട്ടം അതാണ്. വമിന്നു ഖൗലുഹു തആല അവിത്ഫിലിൽ ലദീന ലം യദൂറു അലാ ഉറാത്തിൻ നിസായി, ഫൽ മുഹാഫളത്തു അലാ തശാക്കുലിൽ ലഫ്ലി, ലഫ്ലിയായ തശാക്കുലിനെ മുഹാഫളത്ത് ചെയ്യൽ ലാ തുഫീദുൽ ഇംതിനാ അൽ മദ്കൂറ, പറയപ്പെട്ട ഇംതിനാനെ ഫായിദ വെപ്പിക്കുകയില്ല. അതാണ്. അപ്പോൾ ലഫ്ലിയ മുശാക്കലത്തിനെ മുഹാഫള ചെയ്തതുകൊണ്ട് ഇത് മുംതനി ആണെന്ന് കിട്ടൂല. ഫല്ലൗലാ ലിശാരിഹ യഖൂല വഅദമുത്തിറാദി വസ്ഫിഹീന, വസ്ഫ് മുത്തരിദാവാതിരിക്കൽ, അങ്ങനെ പറയണം. മിനഅത്തിൽ ജംഇ, ജംഇന്റെ നഅത്ത് കൊണ്ട് വസ്ഫ് മുത്തരിദാവാതിരിക്കൽ, കൂടുതലും ജമ്മു കൊണ്ട് വസ്ഫ് പറയാതിരിക്കൽ, അത് ലഫ്ലിയായ മുശാക്കലത്തിനെ സൂക്ഷിച്ചതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഗാലിബിലും എന്താണ്? ജമ്മു കൊണ്ട് വസ്ഫ് പറയാതിരിക്കലാണ്. ഗാലിബിന് എതിരായിട്ട് ജമ്മു കൊണ്ട് വസ്ഫ് പറയലുണ്ട്. ആ ഗാലിബിന്റെ ആ കില്ലത്തിൽപ്പെട്ടതാണ് ഖുർആനിൽ വന്നത് അവിത്ഫിലിൽ ലദീന ലം യദ്ഹുറു, അവിടെ അല്ലദീന എന്ന് പറഞ്ഞത്. പിന്നെ മൗസൂഫ് ജമ്മായോടത്തൊക്കെ സിഫത്തിൽ ജമ്മാക്കടൊന്നുമില്ല, അത് ഹക്കീക്ക സിഫത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. സബബിയ നഅത്ത് രണ്ട് ആണല്ലോ, ഹക്കീക്കിയും സബബിയും. ഹക്കീക്കിയ നഅത്തിൽ എന്താവണം? തൗഹീദ് തസ്നിയ ജമ്മില് യോജിക്കണം. മറ്റത് സബബിയ നഅത്താവുമ്പോൾ പിന്നെ മൗസൂഫ് സിഫത്ത് എപ്പോഴും എന്താവണം? മുഫ്രദാവണം എന്നാണ്. ഫീല് പോലെ അങ്ങനെ വീട്ടുണ്ടല്ലോ. لما تلاقم نرب قوم كورما وهو على التوحيد والتذكير أو سواهما كالفيل فقفوا ما كفوا. തഅരീഫ് തൻകീറിൽ നഅത്തിലേക്ക് കൊടുക്കണം മാ, ഒരു ഹുക്മിനെ കൊടുക്കണം. ലിമ, ഒരു മൻഊത്തിനുള്ള ഹുക്മ്. ആ മൻഊത്ത് ജമ്മാണെങ്കിൽ സിഫത്തിനെ നെക്കിറാണെങ്കിൽ സിഫത്തിനെ നെക്കിറാക്കണം, മൈരിഫി ആണെങ്കിൽ സിഫത്തിനെ വൈരിഫിയാക്കണം. തലാ, ഈ സിഫത്ത് നഅത്ത് ആ മൻഊത്തിനോടടുത്തിട്ടുണ്ട്. കംറുബി കൗമിൻ ഖുറമാ, കൗമ നെക്കിറായപ്പോൾ ഖുറമാ നെക്കിറയാക്കി. പക്ഷേ വഹുവ ലദ തൗഹീദി വത്തദ്കീരി ഔ സിവാഹുമാ കൽഫീലി ഫഖഫൂ മാ ഖഫൂ. തൗഹീദ് തദ്കീറിന്റെ സമയത്ത് അപ്പൊ അഞ്ചെണ്ണായി. തൗഹീദിന്റെ ഫറഅ് സിവാഹുമ തസ്നിയ ജമ്മ,
തദ്കീർ തൈനീസ് ഇത് ഫീല് പോലെയാണ്. അപ്പോൾ എപ്പോഴും മുഫ്രദാക്കേണ്ടി വരും സബബിയായ നയത്തില്. സബബിയായ നയത്താകുമ്പോൾ നയത്തിനെ എപ്പോഴും എന്താവണം? മുഫ്രദാക്കണം. ഫീല് പോലെന്ന വജദ്ദിദിൽ ഫിഇല ഇദാ മാ ഉസ്നിദ ലിസിനൈനി ഔ ജമ്മിൻ കഫാസ ശുഹദാ വഖദ് യുഖാലു സഈദ വ സഈദു വൽ ഫീലി ലില്ലാഹി ബഅദു മുസ്നദു. അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയം എന്താണ്? പിന്നെ ഇതാണ് ഒരു മറുപടി എന്താണ്? ഈ മുഫ്രദായ ഇസ്മിന് ഇസ്തിഗ്റാഖിന്റെ അദാത്ത് കടക്കുന്ന സമയത്ത് വഹിദത്തിന്റെ മേൽ അറിയിക്കലിനെ തൊട്ട് തനിപ്പിക്കപ്പെടും. തസ്നിയാക്കുന്ന സമയത്ത് തനിപ്പിക്കപ്പെടുന്നത് പോലെ, ജംആക്കുന്ന സമയത്ത് തനിപ്പിക്കപ്പെടുന്നത് പോലെ ഒരു മുഫ്രദായ ഇസ്മിനെ തസ്നിയാക്കുമ്പോൾ ഈ മുഫ്രദായ ഇസ്മിന്റെ വലഇയായ മഅന വഹിദത്ത് എന്ന മഅനയെ തൊട്ട് തനിപ്പിക്കപ്പെട്ടതിന്റെ ശേഷമാണ് അതിനെ തസ്നിയാക്കുന്നത്. സയ്യിദുൻ സയ്യിദാനി ഈ അലിഫും നൂനും അങ്ങ് കൊടുക്കുമ്പോൾ ഇത് തസ്നിയായി മാറുകയാണ്. അപ്പൊ പഴയ ഒന്നാമത്തെ സയ്യിദിന്റെ കൂടെ സയ്യിദുൻ സയ്യിദാനി അല്ലെങ്കിൽ സയ്യിദൂന ജമ്മാക്കുന്ന സമയത്ത്, അപ്പോൾ അതിന്റെ ഈ തസ്നിയാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജമ്മാക്കുന്ന സമയത്ത് റഫീന്റെ സമയത്ത് അലിഫും നൂനും കൊടുക്കും. തസ്നിയയിൽ ജമ്മാകുമ്പോൾ വാവും നൂനും കൊടുക്കും. രണ്ട് സ്ഥലത്തും നസ്ബുലും ജറുലും യായിനെ കൊടുക്കും, യായിനെ നൂനിനെയും അധികമാക്കും. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ വഹിദത്തിന്റെ മഅനാനെ തൊട്ട് തനിപ്പിക്കപ്പെട്ടതിന്റെ ശേഷമാണ് അതിനെ തസ്നിയാന്റെ അടയാളം കൊടുക്കുന്നത്, ജമ്മിന്റെ അടയാളം കൊടുക്കുന്നത്. അതേപോലെ ഇതിന്റെ ഇസ്തിഗ്റാഖിന്റെ അദാത്ത് കടക്കുന്ന സമയത്ത് ആ വഹിദത്തിന്റെ മഅനാനെ തൊട്ട് തനിപ്പിക്കപ്പെടുന്ന സമയത്താണ്. ഇത് ഒരു മറുപടിയാണ്, ഇഷ്കാലില്ല ഒരു മറുപടിയാണ്. അപ്പൊ തനാഫി വരുന്നില്ല. വഹിദത്തിന്റെ മഅനയെ അവിടുന്ന് നീക്കിയിട്ടാണ് ഇസ്തിഗ്റാഖിന്റെ അദാത്ത് അതിൽ കടക്കുന്നത്. ഇനി രണ്ടാമത്തെ മറുപടി ഇവിടെ അതെ ഒലി അന്നഹു അങ്ങനെയാണ് അല്ലേ? ഒലി അന്നഹു അയ്യൽ മുഫ്രദൻ ദാഖില അലൈഹി ഹർഫുൽ ഇസ്തിഗ്റാഖി ഇസ്തിഗ്റാഖിന്റെ ഹർഫ് കടന്നതായ മുഫ്രദ് ബിമാന കുല്ലി ഫർദിന്റെ മഅനാക്കാണ് ലാ മജ്മൂഇൽ അഫ്റാദി അഫ്റാദിന്റെ മജ്മൂഅ് എന്ന മഅനാക്കല്ല. എന്ന് പറഞ്ഞാൽ അർ റജുലു എന്ന് പറഞ്ഞ ഓരോ റജുലും എല്ലാ റജുലും എന്ന മജ്മൂഉൽ അഫ്റാദല്ല. അപ്പോൾ എന്തായി? കുല്ലു ഫർദിന്റെ മഅനാക്കാക്കുമ്പോൾ ഉദാഹരണത്തിന് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞാൽ ഇൻസാനിൽ നിന്നുള്ള ഓരോ മനുഷ്യനും ലഫീ ഖുസ്റിലാണ്. ലഫീ ഖുസ്ർ അവർ പരാജയത്തിലാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തായപ്പോ? അപ്പോൾ ഇൻസാൻ എന്നതിൽ ഒരു ഫർദേ പെടുന്നുള്ളൂ. അത് ഏത് ഫർദും ആവാം. ഒരു ഫർദിനെ ഒഴിവാക്കണില്ല. എല്ലാ ഫർദും അഫ്റാദും ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഇതിൽ നേരിട്ട് അതിൽ ഒരു മുഅയ്യനല്ലാത്ത ഒരു ഫർദാണ് ഇതിന്റെ നേരെ അർത്ഥം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഓരോ മനുഷ്യനും പരാജയത്തിലാണ്. അപ്പൊ അബൂജഹൽ പരാജയത്തിലാണ്. അപ്പൊ അബൂജഹലിന്റെ കൂടെ ആരില്ല? അബൂലഹബില്ല, പിന്നെ ഉത്ബത്തുമില്ല, ശൈബത്തുമില്ല, വലീദുമില്ല, ഫിർഔനുമില്ല, സക്രിയ സലാഹിയുമില്ല. അതുപോലെ തന്നെ വലിയങ്കൂട് ഉമർ മൗലിയും ആരുടെ കൂടെ ഇല്ല? ഈ അബൂജഹലിന്റെ കൂടെ ഇല്ല. അപ്പോൾ എന്താ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്റിന്റെ അർത്ഥം? അബൂജഹൽ പരാജയത്തിലാണ്. ഇന്നത് മാറ്റിവെച്ചിട്ട് അബൂലഹബ് പരാജയത്തിലാണ് എന്നും ആവാം. പിന്നെ ഫിർഔൻ പരാജയത്തിലാണ് എന്നും ആവാം. കാരണം ഇല്ലല്ലദീന ആമനൂ ഇസ്തിസ്നാഉണ്ടല്ലോ. അപ്പൊ മുഅ്മിനീകളൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കണം. അഹ്ലു സുന്നികളൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ അർത്ഥം വെക്കുന്നത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി. സ്വാലിഹായ അമലുകളും മുഅ്മിനീകളും അല്ലാത്ത ഇൻസാൻമാരാണ് ഇവിടെ പരാജയത്തിൽ. അപ്പോൾ അബൂജഹൽ ലഫീ ഖുസ്ർ, അബൂലഹബിൻ ലഫീ ഖുസ്ർ, ഇങ്ങനെയാണ്. അപ്പോൾ ഓരോ ഫർദിലും മറ്റൊരാളിന് മറ്റൊന്നു കൂറില്ല. അപ്പോൾ അവിടെ എന്തുണ്ട്? വഹിദത്തും തഅദ്ദുദും തമ്മിൽ തനാഫി വരുന്നില്ല. ഒന്നാമത്തെ മറുപടിയിൽ വഹിദത്തും തഅദ്ദുദും തമ്മിൽ തനാഫി സമ്മതിച്ചിട്ടുണ്ട്.
എന്നിട്ട് വഹദത്തിന്റെ മാനായെ തൊട്ട് തനിപ്പിക്കപ്പെട്ടതിന്റെ ശേഷമാണ് ഇസ്തിഗ്റാഖിന്റെ ദാത്ത് കിടക്കുന്നത്. അവിടെ തനാഫി സമ്മതിക്കുന്നു, ഇവിടെ തനാഫി സമ്മതിക്കുന്നില്ല. വഹദത്തും തഅദ്ദുദും തമ്മിൽ തനാഫി വരുന്നില്ല. കാരണം എന്താ? ഇവിടെ മജ്മൂഉൽ അഫ്റാദല്ല മുറാദ്, എല്ലാ റജുലും എന്നിവിടെ അർത്ഥം വെക്കുന്നില്ല. ഇന്നൽ ഇൻസാന എല്ലാ മനുഷ്യരും എന്നല്ല അർത്ഥം. എല്ലാ മനുഷ്യരും എന്നാകുമ്പോൾ അവിടെ തഅദ്ദുദ് വരുന്നുണ്ട്. കാരണം മജ്മൂഉൽ അഫ്റാദാണ്. ഓരോ മനുഷ്യന്മാരും പരാജയത്തിലാണ് എന്ന് പറയിക്കുമ്പോൾ ഓരോ മനുഷ്യനിലും ആ മനുഷ്യൻ തന്നെ ഉള്ളൂ. മറ്റുള്ള ഇൻസാൻ ഈ ഇൻസാനിനോട് കൂടെ വരുന്നില്ല. വഹദത്തിന്റെ മഅനെന്താണ്? അതിന്റെ കൂടെ മറ്റൊന്നുണ്ടാവുക എന്നാണല്ലോ. ഇതിന്റെ കൂടെ മറ്റൊന്നില്ല, ഒരു കവറിൽ ഒരാളാണ്. മജ്മൂഉൽ അഫ്റാദാകുമ്പോ ഒരു കവറിൽ എല്ലാവരും കൂടി ഉണ്ടാകും. ഇത് ഓരോ കവറിലും ഒരാള്. അപ്പോൾ എന്തായി? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും പരാജയത്തിലാണ്. അതാണ് ജമ്മുൽ ജവാമിയിലൊക്കെ പറഞ്ഞ മഅന. അതാണ് ഉസൂലിങ്ങളുടെ പോക്ക്. ഇത് ഓ മദ്ലൂലുഹു കുല്ലിയത്തുൻ, ആമിന്റെ മദ്ലൂലു കുല്ലിയത്താണ്. ഐ മഹ്കൂമുൻ ഫീഹി അലാ കുല്ലി ഫർദിന്ന, ഓരോ ഫർദിന്റെ മേൽ ഹുക്കുമുണ്ട്. ജാഅ അബീദി എന്ന് പറഞ്ഞാൽ ജാഅ ഫുലാനും ജാഅ ഫുലാനൂൻ എന്നാണ് അർത്ഥം. ഓരോ ഫുലാനും വന്നു, ആമിന്റെ മദ്ലൂല്. അപ്പോൾ ഇസ്തിഗ്റാഖിന്റെ ഇന്നൽ ഇൻസാന എന്ന് പറഞ്ഞാൽ എന്താവും അർത്ഥം? ഓരോ ഇൻസാനും ലഫീ ഖുസ്റിനായി. അപ്പോൾ ഓരോ ഇൻസാനിലും മറ്റൊരു ഇൻസാൻ എന്താകുന്നില്ല, കൂടെ ഇല്ലല്ലോ. ഒന്നും വേറെ വേറെ തന്നെയാണ് ഹുക്കുമ്. അങ്ങനെയാണ് ഒരു മറുപടി. എന്താണ് മറുപടി? ഇപ്പോ വലി അന്നഹു അയ്യൽ മുഫ്റദ ദാഖില അലൈഹി അർഫുൽ ഇസ്തിഗ്റാഖി, ഇസ്തിഗ്റാഖിന്റെ അർഫ് കടന്ന മുഫ്റദ് ബിമാന കുല്ലി ഫർദിൻ, കുല്ലി ഫർദിന്റെ മാനാക്കാണ്. ലാ മജ്മൂഉൽ അഫ്റാദി, മജ്മൂഉൽ അഫ്റാദിന്റെ മാനാക്കല്ല. എല്ലാ ഫർദുകളും എന്നർത്ഥമല്ല, ഓരോ ഫർദുമാണ്. ഓരോ ഫർദും ഉദ്ദേശിക്കുമ്പോൾ വഹദത്തിനോട് എതിരല്ല. കാരണം ഓരോ ഫർദിലും എന്തില്ല? തഅദ്ദുദില്ല. പിന്നെ മജ്മൂഉൽ അഫ്റാദ് ആവുമ്പോഴല്ലേ ഇവിടെ തഅദ്ദുദ് ഉണ്ടാവുകയുള്ളൂ. ഇവിടെ മജ്മൂഉൽ അഫ്റാദ് ഉദ്ദേശം ഇല്ല, ഓരോ ഫർദുമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ അർത്ഥം. രണ്ടാമത്തെ പറഞ്ഞ അർത്ഥം അതായത് എന്താണ്? കുല്ലു ഫർദിനെ ബദലൻ അനിൽ ആഖിരി, ഓരോ ഫർദും ഇവിടെ മറ്റേ ഫർദിനെ തൊട്ട് ബദലായിട്ടാണ് ഉദ്ദേശം. അപ്പൊ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞാൽ അബൂജഹല് ലഫീ ഖുസ്ർ. അപ്പൊ അബൂജഹലിന്റെ കൂടെ അബൂജഹൽ മാത്രമല്ലേ ഉള്ളൂ. അബൂലഹബ് ലഫീ ഖുസ്ർ, ഫിർഔന് ലഫീ ഖുസ്രിൻ. അങ്ങനെ വലിയങ്കോട് ഉമർ മൗലവി ലഫീ ഖുസ്രിൻ, സക്കരിയ സ്വലാഹി ലഫീ ഖുസ്രിൻ. പിന്നെ കായക്കൊടിയോ അങ്ങനെ ഒരാളുണ്ടല്ലോ, അവനും ലഫീ ഖുസ്ർ. ഇങ്ങനെ ഓരോ മുജാഹിദീങ്ങളും എന്താണ്? ഓരോ മുജാഹിദും ലഫീ ഖുസ്ർ, പരാജയത്തിലാണ് എന്നാവും. അപ്പോൾ ഇവിടെ തഅദ്ദുദിനോട് എതിര് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വലിഹാദ, ഇതുകൊണ്ട് തന്നെയാണ് ഇംതന വസ്ഫുഹു ബിനഅത്തിൽ ജംഈദ, ജമ്മാക്കപ്പെട്ട നഅത്തുകൊണ്ട് ഇതിന് വസ്ഫ് പറയൽ മുംതനി ആയത്. ഇവിടെ ഇംതന എന്നാണ് ശാരിഹ് മുസന്നിഫ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുസന്നിഫിന്റെ വാദമാണ് വസ്ഫ് ജമ്മാക്കപ്പെട്ട നഅത്തുകൊണ്ട് വസ്ഫ് പറയൽ പാടില്ല എന്നത്. മുസന്നിഫ് തന്നെ പറഞ്ഞല്ലോ. മറ്റോടത്ത് പിന്നെ വംദിന വസ്ഫിഹി എന്ന് ഷാരിഹാണ് പറഞ്ഞത്. അത് മുസന്നിഫ് ഇവിടെ വലിഹാദ ഇംതന വസ്ഫുഹു ബിനഅത്തിൽ ജംഈ ഇൻദൽ ജംഹൂരി, ഭൂരിപക്ഷക്കാരുടെ അടുക്കലും എന്ന് പറഞ്ഞാൽ നേരത്തെ വാലിബലും എന്ന് വെക്കേണ്ടി വരും. പിന്നെ പറയുന്നു ഹക്കാഹുൽ അഖ്ഫശു, അഖ്ഫശ് ഇമാം ഹിക്കായത്ത് ചെയ്താലും ശരി, ഫീ നഹ്വി അദ്ദീനാറു സുഫുറു എന്നാണ് മഞ്ഞ ദീനാറ്, വദ്ദിർഹമുൽ ബീലു വെളുത്ത ദുർഹം,
സുഫർ എന്ന് പറഞ്ഞാലേ അത് അസ്ഫറിന്റെ ജമ്മാണ്. അസ്ഫർ സഫറാൽ. ഫുഅലുൽ ലിനഹ്ദി അഹ്മദിൻ വഹംറ വഫിലത്തുൻ ജമ്മൻ ബിനഖ്ലിൻ യുദ്റാൻ. അഹ്മർ ഹംറാൽ, അതായത് അഫ്അൽ ഫഇലാൽ വസ്ഫായ. അഹ്മർ ഹംറാൽ പോലത്തെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വസ്ഫായ അഫ്അലും ഫഇലാവും ആവണം. അതിന്റെ ജം എന്ന് വരും? ഫുഅലി എന്ന് പറയും. അസ്ഫർ സഫറാ. അങ്ങനെ ഉള്ളതിന് ജമ്മ ഫുഅലി എന്ന് വരും. അപ്പൊ അതാണ് സുഫർ. അസ്ഫർ സഫറാവിന്റെ മോഹനസ് സഫറ ആണ്. രണ്ട് അപ്പൊ എന്താ? അഹ്മർ ഹംറാവ് പോലെ ആയല്ലോ. അതുപോലത്തെ എന്ന് പറഞ്ഞതാ. ഫുഅലുൽ നഹ്ദി അഹ്മദിൻ വഹംറാ. ഹംറാ അഹ്മർ പോലത്തതിന് ഫുഅല് വരും. അതായത് ആണിനും പെണ്ണിനും ഒരു ജമ്മാണുള്ളത്. അപ്പോൾ അസ്ഫർ സഫറാ. അതുപോലെ തന്നെ ദുർഹമുൽ ബീൽ, അവിടെ ബൊയിലാണ്. അബിയലിന്റെ ജമ്മ് ബൊയിൽ. അത് പിന്നെ ഇപ്പുറത്ത് യാ ഉള്ളതുകൊണ്ട് ബായിന്റെ നമ്മ മാറി കസറായി ബീല്. അല്ലോ അങ്ങനെ ഹിക്കായത്ത് ചെയ്താലും ശരി. പക്ഷെ അഖഫിമാമിന് അതിന് തെളിവുണ്ട്. ഖുർആൻ നേരത്തെ പറഞ്ഞ വിത്തിഫിലില്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ കേട്ടോ. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇവിടെ നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി വസല്ലം.